ചോസൺ ബൈ റീസണിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ദൈവത്തെ ഓർക്കാറുള്ളത്. ചിലർ പരാജയങ്ങളിൽ ദൈവത്തിൻ്റെ തിരുത്തലുകളോ ദൈവത്തിൻ്റെ ക്ഷണങ്ങളോ ഒക്കെ കണ്ടെത്തും. ഇതുപോലെ തൻ്റെ ജീവിതത്തിൽ അടിക്കടി പരാജയങ്ങളുണ്ടായപ്പോൾ അതിൽ ദൈവത്തിൻ്റെ പൗരോഹിത്യത്തിലേക്കുള്ള ഒരു ക്ഷണം കണ്ടെത്തിയ ഒരു യുവ വൈദികനാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. ഒരുപാട് സ്നേഹത്തോടെ കപ്പൂച്ചിൻ വൈദികനായ ഫാദർ ഫ്രാങ്കോ വടക്കനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം അച്ഛാ, ഒത്തിരി സ്നേഹം. താങ്ക് യു. ചോസൺ ബൈ റീസൺ എന്ന് പറയുന്നത് ദൈവവിളി അനുഭവവുമായി ഒരുപാട് സവിശേഷതകളുള്ള എന്തെങ്കിലും പ്രത്യേക ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുള്ള വ്യക്തികളെ പരിചയപ്പെടുത്തുന്ന ദൈവവിളിയുടെ ഒരു പ്രാധാന്യവും മൂല്യവുമൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് തിരിച്ചറിയാനും മനസ്സിലാക്കാനും സഹായിക്കുന്ന തരത്തിലുള്ള വ്യക്തികളെയാണ് ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അച്ഛൻ ഈ ഒരു ദൈവവിളി തിരഞ്ഞെടുത്തതിന് പിന്നിലും ഒരുപാട് ആത്മസംഘർഷങ്ങളുടെയും ഒരുപാട് വലിയ വിഷയങ്ങൾ അതിനകത്ത് ഒരു വലിയ വിഷയങ്ങളിലൂടെ അച്ഛൻ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ നമുക്കൊരു അവസരം ഒരുങ്ങി വന്നത്. അപ്പോൾ ആദ്യം അച്ഛൻ്റെ കുടുംബത്തെയും മാതാപിതാക്കളെയും അച്ഛൻ്റെ നാട് എവിടെയായിരുന്നു, അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. എൻ്റെ വീട് തൃശ്ശൂർ അതിരൂപതയിൽ ചേലക്കര ഫൊറോനയിൽ മണലാടി എന്ന് പറയുന്ന ഒരു ഇടവകയാണ് എൻ്റെ വീട്. വീട്ടിൽ അപ്പച്ചൻ, അമ്മച്ചി, എനിക്ക് താഴെ അനിയൻ, അനുജൻ്റെ ഭാര്യ. ഇതാണ് അച്ഛൻ്റെ കുടുംബം. ഈ ഒരു ദൈവവിളിയിലേക്കുള്ള ഒരു ആകർഷണം അല്ലെങ്കിൽ വൈദികനാകണം അങ്ങനെയുള്ള ഒരു സ്വപ്നമൊക്കെ ആദ്യം തുടങ്ങിയത് കുട്ടിക്കാലം മുതലാണോ? ആ ഒരു സാഹചര്യങ്ങൾ, കുടുംബത്തിലെ ഒരു അന്തരീക്ഷമൊക്കെ എന്തായിരുന്നു? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയും. നല്ലൊരു പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷമാണ് ചെറുപ്പകാലത്ത് എനിക്ക് പകർന്നു കിട്ടിയത്. 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ അച്ഛൻ പഠിച്ചു വളർന്നത് അമ്മ വീട്ടിൽ നിന്നിട്ടാണ്, അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെ ഒപ്പം നിന്നിട്ടാണ്. അത് പെരിങ്ങോട്ടുകര ഇടവകയോട് ചേർന്നുള്ള ഒരു വീട്ടിലായിരുന്നു അച്ഛൻ്റെ ചെറുപ്പകാലത്ത്. ബാല്യകാലം അവിടെയായിരുന്നു. എല്ലാ ദിവസവും കാലത്ത് എത്ര മഴയായാലും മഞ്ഞായാലും അപ്പാപ്പൻ്റെയും അമ്മാമ്മയുടെയും കൈപിടിച്ച് പെരിങ്ങോട്ടുകര ദേവാലയത്തിലേക്ക് പോകുന്ന പച്ചകെടാത്ത ചിത്രമാണ് അച്ഛനൊരു വൈദികനാക്കി മാറ്റുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത്. അപ്പാപ്പൻ അല്പം മദ്യപിച്ച് വീട്ടിലല്പം വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടാക്കുമായിരുന്നെങ്കിൽ കൂടിയും വിശുദ്ധ കുർബാനയും സന്ധ്യയ്ക്കുള്ള കുടുംബ പ്രാർത്ഥനയും ഒരിക്കലും മുടങ്ങിയിട്ടില്ല എന്ന് എനിക്ക് നിസ്സംശയം പറയാനായിട്ട് കഴിയും. അപ്പാപ്പനും അമ്മാമ്മയും പകർന്നു നൽകിയ പ്രാർത്ഥനയുടെ ചൈതന്യം അത് വീണ്ടും എന്നെ മുന്നോട്ട് നയിച്ചു. അത് കഴിഞ്ഞാണ് 5-ാം ക്ലാസ് മുതൽ പിന്നെ അപ്പച്ചൻ്റെ വീട്ടിൽ നിന്നിട്ടാണ്, ചേലക്കര മണലാടി നിന്നിട്ടാണ് അച്ഛൻ പഠിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെയും എല്ലാ ദിവസവും കാലത്ത് പള്ളിയിൽ പോകാനുള്ളൊരിഷ്ടം. അത് കാരണം തൊട്ടടുത്ത് ഇടവകപ്പള്ളി, അവിടുന്ന് 2 കിലോമീറ്റർ എങ്കിൽ കൂടിയും സൈക്കിൾ ചവിട്ടിയായാലും നടന്നായാലും അവിടേക്ക് കടന്നു ചെല്ലാനും ഓൾട്ടർ ബോയ് ആയിരിക്കാൻ, അൾത്താരപാലനായിരിക്കാൻ വളരെ തീഷ്ണത. അതിൽ ലേഖനം വായിക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം. അത് വൃത്തിയായി മറ്റുള്ളവർ കേൾക്കണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം. അങ്ങനെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോയതിന് ശേഷം മാത്രമേ സ്കൂളിൽ പോയിരുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു പ്രചോദനം അച്ഛൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്നുമില്ല, വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പക്ഷേ പള്ളിയിൽ പോകുമായിരുന്നെങ്കിലും പഠന മേഖലകളിൽ ഞാൻ വളരെ പരാജയമായിരുന്നു. ജീവിതത്തിൽ പഠിക്കാൻ അവസരങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ടെങ്കിലും ഒരുപാട് എന്താ പറയുക, അതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ദൈവമായി ഒരുക്കി തന്നിട്ടുണ്ടെങ്കിൽ പരിപൂർണമായി അത് പ്രയോജനപ്പെടുത്താൻ, അതിനുവേണ്ടി വില കൊടുക്കാൻ പലപ്പോഴും സാധിച്ചിട്ടില്ല. അതിൻ്റെ പിന്നീടുള്ള വേദനകളും നൊമ്പരങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പഠന മേഖലകളിൽ സംഭവിച്ച പരാജയങ്ങൾ, തകർച്ചകൾ, ഇതൊക്കെ അനുദിന ജീവിതത്തിൽ കടന്നു നോക്കുമ്പോൾ എനിക്ക് വേദന തോന്നാറുണ്ട്. പക്ഷെ എങ്കിൽ കൂടിയും പഠന മേഖലകളിൽ സംഭവിച്ച പരാജയമാണ് എന്നെ ഒരു വൈദികനാക്കി മാറ്റുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത്. അങ്ങനെ പഠിച്ചുയർന്നു. 10-ാം ക്ലാസ്സിലെത്തിയപ്പോൾ ആദ്യമായി അങ്ങനെ 10-ാം ക്ലാസ് പരീക്ഷ എഴുതുകയാണ്. പ്രതീക്ഷ അല്പം ഉണ്ടായിരുന്നു ജയിക്കുമെങ്കിൽ കൂടിയും എന്തോ എങ്ങനെയോ 1998 SLC പരീക്ഷ എഴുതിയ ഞാൻ വെറും 98 മാർക്കോടുകൂടെയാണ് അന്ന് തോൽക്കുന്നത്. ഒരു റെക്കോർഡ് തോൽവി എന്നാണ്. റെക്കോർഡ് തോൽവിയാണ്. 98 മാർക്ക്. 1998 പരീക്ഷ എഴുതുന്നു, 98 മാർക്കോടുകൂടെ തോൽക്കുന്നു. അപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ കളിയാക്കി. ബാക്കിയുള്ളവർ മുഴുവനും ജയിച്ച് അവരൊക്കെ ആഹ്ലാദ പ്രകടനത്തിൽ മറ്റുള്ളവർക്ക് മിഠായി വിതരണം ചെയ്യുന്നു. ഞാൻ തലയും താത്തി വീട്ടിൽ നിന്ന് പതുക്കെ റോഡരികിലൂടെ നടക്കുകയാണ്. എന്തിനും ജീവിക്കണം, എല്ലാം തകർന്നടിഞ്ഞില്ലേ, അമ്മയുടെ ഒരു സ്വപ്നം പോലും നിറവേറ്റാനായി പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ, ആ ഭാരത്തിൽ റോഡിൻ്റെ സൈഡിലൂടെ നടന്നു പോകുമ്പോൾ ബലഹീനതകൾ കൊണ്ട് ആഗ്രഹിച്ചു പോയി എങ്ങനെയെങ്കിലും ഒരു വണ്ടി വന്ന് മേത്ത് കയറിയാൽ മതിയിരുന്നു. വളരെയധികം ബുദ്ധിമുട്ടോടുകൂടെ കടന്നു പോകുമ്പോഴും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് മുടങ്ങാതെ പോയിരുന്നു. അതിൽ നിന്ന് കിട്ടിയ ഒരു ശക്തി, ഒരു പ്രചോദനം. തോറ്റെങ്കിലും, എനിക്കാരുമില്ലെന്ന് തോന്നിയെങ്കിലും, ലോകം മുഴുവനും എന്നെ വേദനിപ്പിച്ചും പരാജയപ്പെട്ടെന്നും നിനക്ക് പഠിക്കാൻ കഴിവില്ലെന്ന് പറഞ്ഞിട്ട് എന്നെ തള്ളിക്കളഞ്ഞപ്പോഴും
വിശുദ്ധ കുർബാനയ്ക്ക് പോകാനുള്ളൊരു തീഷ്ണത, ഒരു ദാഹം അതന്നും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എല്ലാ ദിവസവും പിന്നീട് വീട്ടിൽ പൈസയുടെ ബുദ്ധിമുട്ട് വന്നപ്പോൾ കാലത്ത് പേപ്പർ ഇടാനായി പോയി. അത് കഴിഞ്ഞ് കുറച്ച് നാൾ വയറിങ്ങിൻ്റെ പണിക്ക് വേണ്ടി പോകുന്നു. കാരണം വീട്ടിൽ ബുദ്ധിമുട്ടുള്ളത് കാരണം വയറിങ്ങിന് പോകുന്നു. കോൺക്രീറ്റ് പൊളിക്കുന്നതിനിടയിൽ പലപ്പോഴും ചുറ്റികയും ഉളിയും കൊണ്ടടിക്കുമ്പോൾ കൈ പലപ്പോഴും ചതയുന്നു, വേദനിക്കുന്നു, നിർത്തിപ്പോന്നാലോ എന്നുള്ള ചിന്ത. പക്ഷെ വീടിൻ്റെ അവസ്ഥ കാണുമ്പോൾ വീണ്ടും പണിയെടുക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ ആദ്യമായി ഒരു മാസം വർക്ക് ചെയ്തതിൻ്റെ 100 രൂപയുടെ ശമ്പളവുമായി വീട്ടിലേക്ക് വന്ന് അമ്മയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ഒരുപാട് സന്തോഷവും ആനന്ദവും തോന്നി. പക്ഷേ ഒരു വൈദികനാകണം എന്നുള്ളൊരു ആഗ്രഹം അപ്പോഴും മനസ്സിലുണ്ട്. കാരണം എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോയി അച്ഛൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ആ തിളങ്ങുന്ന ഉടുപ്പ് കാണുമ്പോൾ, അച്ഛൻ കാസയെടുത്ത് ഉയർത്തുന്നത് കാണുമ്പോൾ ഒരു കൊതി, ഒരു ഭയങ്കര അടങ്ങാനാകാത്ത ആഗ്രഹം മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരാറുണ്ട്. അന്നും ഓൾട്ടർ ബോയ് ആയിരുന്നു. അന്നും ഓൾട്ടർ ബോയ് ആയിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞിട്ടും തോറ്റിട്ടും ഞാൻ അന്നും പള്ളിയിൽ പോകുമായിരുന്നു. മറ്റുള്ളവർ കളിയാക്കിയെങ്കിൽ കൂടി ഞാൻ പള്ളിയിൽ പോകുന്നത് ഞാൻ നിർത്തിയില്ല. ഇതിനിടയ്ക്ക് അച്ഛൻ SSLC പരീക്ഷയ്ക്ക് മുൻപ് SSLC വെക്കേഷൻ സമയത്ത് ക്യാമ്പിന് പോയിരുന്നു അല്ലേ? ദൈവവിളി ക്യാമ്പിന് പോയിരുന്നു. രൂപതയുടെ ക്യാമ്പിനാണ് പോയിരുന്നത്. അപ്പോൾ അച്ഛൻ പിടവുകാരി അച്ഛൻ തന്നെ പറഞ്ഞു, നീ പോയിട്ട് കാര്യമില്ല. പക്ഷെ വെറുതെ കൂട്ടുകാരോടൊപ്പം എന്താണതെന്ന് അറിയാൻ വേണ്ടി പോയി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അച്ഛനാവുന്നത് ഭയങ്കര കൊതി. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ തോറ്റു. പിന്നെ അച്ഛനാവാനായിട്ട് പറ്റില്ല. അപ്പം ആഗ്രഹം ഒരു സ്ഥലത്ത് ഒരു മനസ്സിൻ്റെ ഒരു കോണിൽ അങ്ങനെ അടക്കി വെച്ചു. വിഷമിച്ച് വീണ്ടും തകർന്ന് വീട്ടിലിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ അപ്പച്ചൻ്റെ ചേച്ചി സിസ്റ്റർ ആയിരുന്ന ആൾ എന്നെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഒരാഴ്ചത്തെ ധ്യാനത്തിന് എന്നോട് വരാനായിട്ട് പറയുന്നു. എങ്കിലും വിളിച്ചതല്ലേ എന്ന് കരുതി വീണ്ടും ധ്യാന കേന്ദ്രത്തിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് ഒരാഴ്ച ധ്യാനം കൂടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാലോ എന്നുള്ള ആഹ്ലാദത്തിൽ ഞാൻ യാത്ര പറയാനായി സിസ്റ്ററുടെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞു, നമുക്ക് അച്ഛനെയും കണ്ടു പോകാം. അങ്ങനെ അന്ന് ഉണ്ടായിരുന്ന പനക്കിലച്ഛനെയും തടത്തിലച്ഛനെയും കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഒരാഴ്ചത്തെയും കൂടെ ധ്യാനം കൂടും. വളരെയധികം വിഷമം വേദനയും തോന്നി. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒളിച്ചോടാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം എനിക്ക് ഡ്രസ്സില്ല, അലക്കാൻ സോപ്പില്ല, തേക്കാൻ എണ്ണയില്ല എന്നൊക്കെ കളവ് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പുറത്ത് കടക്കാൻ വളരെയധികം പുറത്ത് കടക്കാനുള്ള ആവേശമായിരുന്നു. പക്ഷേ വിട്ടില്ല. അമ്മായി പറഞ്ഞു, നീ ഒരാഴ്ചയും കൂടെ നിൽക്ക്. അങ്ങനെ ഒരാഴ്ചയും കൂടി കഴിഞ്ഞപ്പോൾ അല്പം കൂടെ ഒരു നാൾ നിൽക്കാമെന്നുള്ളൊരു തോന്നൽ. അങ്ങനെ വീണ്ടും അച്ഛനെ ചെന്ന് കണ്ടപ്പോൾ നീ കുറച്ച് നാളവിടെ പ്രേക്ഷിതനായി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ പ്രേക്ഷിതനായിട്ട് അവിടെ നിന്നു. അപ്പോൾ അവിടെ എല്ലാ ദിവസവും ഞാൻ കാണുന്നത് പ്രേക്ഷിത പിള്ളേരായ കുഞ്ഞുങ്ങൾ എല്ലാ ദിവസവും അവിടെ സ്കൂളിൽ പഠിക്കാനായിട്ട് പോകുന്നുണ്ട് പുറത്തേക്ക്. എല്ലാ ദിവസവും പുറത്തേക്ക് പോകുന്നത് ഞാനിങ്ങനെ നോക്കി നിൽക്കും. അവർ തിരിച്ച് സ്കൂളിൽ നിന്ന് വരുന്നത് ഞാനിങ്ങനെ നോക്കി നിൽക്കും. മനസ്സിൽ കൊച്ചൊരാഗ്രഹം, പഠിക്കാനുള്ളൊരു ചിന്ത. അവരുടെ പുസ്തകങ്ങളും അവരുടെ ബാഗുകളും കണ്ടപ്പോൾ ഒരു കൊതി വീണ്ടും പഠിക്കാൻ. അങ്ങനെ പഠിക്കണമെന്ന് തോന്നിയ ആഗ്രഹം അച്ഛനോട് പറഞ്ഞു. അങ്ങനെ ചാലക്കുടിയിലുള്ള ഒരു പാരലൽ കോളേജിൽ ചേർന്ന് പഠിക്കാൻ തുടങ്ങി. പക്ഷേ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും പിന്നെ നമ്മൾ ധ്യാനത്തിൻ്റെ പ്രോഗ്രാമുകളായി 10th SSLCയുടെ പരീക്ഷ. അപ്പോൾ ധ്യാന പ്രോഗ്രാം, ഇപ്പോൾ നമ്മൾ ധ്യാനത്തിന് പോകേണ്ടി വരും. അവിടെ നമ്മൾ ചില സമയത്ത് കുർബാനയ്ക്ക് അറേഞ്ച് ചെയ്യണം. ചിലപ്പോൾ 2 കൈയില്ലാത്ത ഒരു മണിച്ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടൻ അന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വ്യക്തിക്ക് ഭക്ഷണം വാരി കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ശുശ്രൂഷകളിൽ പാട്ട് പാടാനായിട്ട് പോകണം. അങ്ങനെ കുർബാനയ്ക്ക് അങ്ങനെ ഒരുപാട് ശുശ്രൂഷകളിലേക്ക് നീങ്ങിയപ്പോൾ പഠനത്തിൻ്റെ മേഖല ഞാൻ വീണ്ടും പതുക്കെ പിന്നോട്ടായി. SSLC പരീക്ഷ വന്നു. വീണ്ടും 177 മാർക്കോടുകൂടെ വീണ്ടും തോറ്റു. അങ്ങനെ ചാലക്കുടി പുഴയുടെ പാലത്തിന് മുകളിൽ നിന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, എന്തിനാണ് തമ്പുരാനെ നീ എന്നെ കൊണ്ടുപോകണത്? തകർച്ചയും തോൽവിയും മാത്രമാണോ നീ എനിക്ക് തരുന്നത്? എന്തിനാണ് നീ എനിക്കൊരു ജന്മം തന്നത്? അങ്ങനെ ആലോചിച്ച് നിന്ന് വീണ്ടും അങ്ങനെ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് വീണ്ടും ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. അങ്ങനെ വീടിനടുത്തുള്ളൊരു ചേച്ചി എൻ്റെ വിഷമം വേദനയൊക്കെ കണ്ടെന്നോട് പറഞ്ഞു, മോനെ, തൊട്ടടുത്തുള്ളൊരു ചേച്ചി ഇങ്ങനെ 10ാം ക്ലാസ് തോറ്റ കുഞ്ഞുങ്ങളെ എടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഗീത എന്ന് പറയുന്ന ചേച്ചിയുടെ വീട്ടിലേക്ക് ചെന്നു. ഒരുപാട് സ്നേഹത്തോടുകൂടെ ചേച്ചി എന്നെ പഠിപ്പിച്ചു, ശിക്ഷണം തന്നു. അങ്ങനെ 3ാമത്തെ വർഷമാണ് ഞാൻ 283 മാർക്കോടുകൂടെ SSLC പാസ്സാകുന്നത്. SSLC പാസ്സായ ഞാൻ എങ്ങനെയാണ് ഇനി കോളേജിൽ ചേർന്ന് പഠിക്കുക? കാരണം ഗവൺമെൻറ് സ്കൂളിൽ അന്ന് SSLC കഴിഞ്ഞു, പിന്നെ വരുന്നത് +2 ആണ്. എങ്ങനെയാണ് ഞാൻ +2 ചേർന്ന് പഠിക്കുക? ഗവൺമെൻറ് സ്കൂളിൻ്റെ പടി കാണാനുള്ള ഭാഗ്യം പോലും 10ാം ക്ലാസ് 1ഉം 2ഉം തവണ തോറ്റവർക്കില്ല. അങ്ങനെ അമ്മയ്ക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു പൊന്ന്, കാതിലുണ്ടായിരുന്ന ഒരു കമ്മലെടുത്ത് വിറ്റ് ആ കാശ് അമ്മ എനിക്ക് തന്ന് നീ പോയി പഠിക്കാൻ പറഞ്ഞ് അങ്ങനെ വടക്കാഞ്ചേരിയിലുള്ള ഒരു കോളേജിൽ ചേർന്ന് പഠിക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് ദൈവത്തിൻ്റെ ഇടപെടലുകൾ സംഭവിക്കുക. 2 മാസം കഴിഞ്ഞപ്പോൾ ഇതാ ഞാൻ പല സ്ഥലത്തും അന്ന് സീറ്റ് കിട്ടാനായി അപ്ലിക്കേഷൻ കൊടുത്തിരുന്നു. അങ്ങനെ ചേലക്കര SMT എന്ന് പറയുന്ന ആ +2 സ്കൂളിൽ നിന്ന് എനിക്ക് ഒരു വിളി വരികയാണ്. കാരണം എനിക്ക് SSLC ഞാൻ പാസ്സായപ്പോൾ എനിക്ക് സോഷ്യൽ സ്റ്റഡീസിന് 100ൽ 75 മാർക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 10 സീറ്റും കൂടെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ.
ഗവൺമെൻറ് സ്കൂൾ. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് എൻ്റെ TC വാങ്ങി ഞാൻ അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും എൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. കാരണം എൻ്റെ മുഖത്ത് മാത്രമേ മീശയുള്ളൂ. കാരണം പ്രായം എനിക്കാണ് കൂടുതൽ ആ സ്കൂളിൽ. കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഇവിടെ സമരത്തിനും തല്ലുണ്ടാക്കാനും നിൽക്കരുത്. അങ്ങനെ എനിക്ക് ആ ഗവൺമെൻറ് സ്കൂളിൽ സീറ്റ് തരികയാണ്. അങ്ങനെ അവിടെ ചേർന്ന് പഠിക്കുന്നു. പക്ഷെ അവിടെയും പഠനത്തിനുള്ള മേഖലകളൊക്കെ പിന്നെയും പുറകിൽ കിടക്കുകയാണ്. അവിടെ ഡാൻസും പാട്ടും സ്പോർട്സും ഗെയിമുകളൊക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പോഴും എന്നെ അധ്യാപകർ വിളിച്ചു പറയും, ഫ്രാങ്കോ നീ പഠിക്കണം, നിനക്കറിയാമല്ലോ നിൻ്റെ കപ്പാസിറ്റി. അങ്ങനെ പരീക്ഷകൾ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ മിലിറ്ററി ക്യാമ്പിന് പോകുന്നത്. ഈ ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു വൈദികനാകണമെന്നുള്ളൊരു കൊതി മനസ്സിലുണ്ട്. പക്ഷേ കപ്പാസിറ്റി ഇല്ല. ഈ +2 സമയത്തും ഓൾട്ടർ ബോയ് ആയിരുന്നു. അപ്പോഴും ഞാൻ, കാരണം അൾത്താര വിശുദ്ധ കുർബാനയ്ക്ക് കടന്നു പോകുമ്പോഴും പലപ്പോഴും അൾത്താരയിൽ പലർക്കും വരാൻ മടി, മഴയത്ത് സൈക്കിളിൽ ഓട്ടി ദൂരെ നിന്ന് വരാൻ മടി ഉണ്ടായിരുന്നപ്പോഴും ഞാൻ ആ അൾത്താര പാലനായി നിൽക്കുക. ആ കൊതി കൊണ്ടാണ്, അച്ഛൻ്റെ അടുത്ത് നിൽക്കാനായി ഒരു അവസരം കിട്ടുമല്ലോ എന്നുള്ളൊരു കൊതി. അങ്ങനെ +2 റിസൾട്ട് വന്നു. തോറ്റില്ലെങ്കിലും 45% മാർക്കോടുകൂടെ തമ്പുരാൻ ആദ്യത്തെ ചാൻസിൽ തന്നെ പാസ്സാകാനുള്ള ഒരു കൃപ ദൈവം തരികയാണ്. അങ്ങനെ ദൈവം ഒരു വിജയം എനിക്ക് തരികയാണ് ജീവിതത്തിൽ. അങ്ങനെ സെമിനാരിയിലേക്ക് പല സ്ഥലങ്ങളിലേക്കും ഞാൻ അയച്ചു. ആരും തന്നെ മറുപടി കത്തെഴുതിയില്ല. 10ാം ക്ലാസ്സിൽ തോറ്റ് 1-2 തോറ്റവനെ പിന്നെ എങ്ങനെയാണ് അച്ഛനാവാനും വിളിക്കുക? അങ്ങനെ ആരും എന്നെ വിളിക്കാണ്ട് വീണ്ടും നിരാശയും വിഷമമാണ്. പക്ഷേ വിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ പോയിരുന്നു. അതിൽ നിന്ന് കിട്ടിയൊരു പ്രചോദനമാണ്. അങ്ങനെ അപ്പച്ചൻ്റെ ചേച്ചി എന്നെ പരിചയപ്പെടുത്തി തരികയാണ്. ഇങ്ങനെ ഒരു കപ്പൂച്ചിന് സഭയുണ്ട്, കാൽവരി ആശ്രമത്തിൽ നമുക്കൊന്ന് പോകണം, അവിടെ അച്ഛന്മാരെ കാണണം. അങ്ങനെ ഞാൻ കാൽവരി ആശ്രമത്തിൽ 1-2 ദിവസം നിന്നു. അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, എങ്ങനെയാണ് അവർ പ്രാർത്ഥിക്കുന്നത്, എങ്ങനെയാണ് അവർ ജോലി ചെയ്യുന്നത്, അധ്വാനിക്കുന്നതൊക്കെ കണ്ടു. അവരുടെ ലാളിത്യം, എൻ്റെ പ്ലേറ്റ് പോലും ആ ആശ്രമത്തിൻ്റെ സുപ്പീരിയറാണ്, ഗാർഡിയനാണ് കൊണ്ടുപോയി കഴുകുന്നത്. എനിക്കാണ് അവർ ഭക്ഷണം വിളമ്പിത്തരുന്നത്. എല്ലാവർക്കും ഒരേ പാത്രം, എല്ലാവർക്കും ഒരേ ടേബിള്, എല്ലാവർക്കും ഒരേ ഭക്ഷണത്തിൽ വ്യത്യാസമില്ല. അതെന്നെ വളരെയധികം ആകർഷിച്ചു. അവരുടെ ലാളിത്യം, സ്നേഹം, സാഹോദര്യം. അപ്പോൾ കപ്പൂച്ചൻ സഭയോട് എനിക്ക് തോന്നിയൊരു ആകർഷണം. പക്ഷേ എൻ്റെ കപ്പാസിറ്റി ഇത്രയേ ഉള്ളൂ. അങ്ങനെ എലിഞ്ഞിപ്പറ ആശ്രമത്തിലേക്ക് വൊക്കേഷൻ ദൈവവിളി ക്യാമ്പിനായി പോവുകയാണ്. അങ്ങനെ ദൈവവിളി ക്യാമ്പിന് ചെല്ലുന്നു. അവിടെ 2 ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞു. അച്ഛന്മാർ പറഞ്ഞു, നിന്നെ ഞങ്ങൾ വിളിക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ മാർക്കും പരിപാടികളും തോറ്റതും ഒക്കെ ഞാൻ കാണിച്ചു കൊടുത്തു. +2 ഇത്രയും കടമ്പ കടന്നിട്ടാണ് ഞാൻ പാസ്സായതെന്ന് അവരോട് ഞാൻ പറഞ്ഞു. ഒരു ആഴ്ച കഴിഞ്ഞില്ല, അപ്പോഴേക്കും അവിടെയുള്ള റെക്ടറച്ചൻ എൻ്റെ വീട്ടിൽ വരികയാണ്. എന്നിട്ട് പറഞ്ഞു, നിന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തു, തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അങ്ങനെ അപ്പച്ചനെയും ഞാനും കൂടെ സെമിനാരിയിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ ചേർന്ന് പഠിക്കാൻ തുടങ്ങുകയാണ്. വളരെയധികം ബുദ്ധിമുട്ട്, ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാവൂ. ഒരുപാട് വേദനയും വിഷമവും തോന്നി അങ്ങനെ പഠിക്കാൻ. അപ്പം എൻ്റെ ഒപ്പമുള്ള ബാച്ചുകാരും ഒക്കെ എന്നെ പഠിക്കാൻ സഹായിച്ചു. അങ്ങനെ അവിടെ നിന്ന് പഠിച്ച് പ്രീനോവിഷ്യേറ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കട്ടപ്പനയിലേക്ക് കടന്നു പോവുകയാണ്. അങ്ങനെ അവിടെ നിന്നും പ്രീനോവിഷ്യേറ്റിൽ നിന്ന് നോവിഷ്യേറ്റിലേക്ക് അവരെന്നെ സെലക്ട് ചെയ്യുകയാണ്. നോവിഷ്യേറ്റിലേക്ക് കടക്കുന്നതിനേക്കുമ്പോൾ അവർ പറഞ്ഞു, ഫ്രാങ്കോ നന്നായി പ്രാർത്ഥിക്കണം, നിൻ്റെ വിശ്വസ്തത, നിൻ്റെ ഉത്തരവാദിത്വ ബോധമാണ് ഞങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ആകർഷിച്ചിരിക്കുന്നത്, പഠനമല്ല. അങ്ങനെ നോവിഷ്യേറ്റ് കഴിഞ്ഞു. കാൽവരി ആശ്രമത്തിൽ ചെന്ന് അങ്ങനെ വ്രതവാഗ്ദാനം സ്വീകരിച്ച് കപ്പൂച്ചൻ സഭയിൽ ഒരു അംഗമായി ഞാൻ പ്രവേശിക്കുകയാണ്. അങ്ങനെ തത്വശാസ്ത്രം പഠിക്കാനായി ആരംഭിക്കുകയാണ്. ഒന്നും മനസ്സിലാകാതെ. അങ്ങനെ അതിൻ്റെ വൈവ എക്സാം വരുന്നു. വീണ്ടും റീജൻസിക്ക് കടന്നു വരുന്നു. അത് കഴിഞ്ഞാണ് പിന്നെ തിയോളജി പഠിക്കാനായി കോട്ടയത്തേക്ക് കടന്നു പോകുന്നത്. പല രാത്രികളിലും ഇരുന്ന് തലഭ്രാന്ത് പിടിച്ചപ്പോൾ തോന്നി, എന്തിനാണ് തമ്പുരാൻ ഈ വിളി തന്നെ? പലപ്പോഴും ഇറങ്ങിപ്പോവാൻ തോന്നിയിട്ടുണ്ട്, പലപ്പോഴും വേണ്ടെന്ന് വെക്കാൻ തോന്നിയിട്ടുണ്ട്. ഇത് പഠിക്കാൻ പറ്റണില്ല, ബുദ്ധിമുട്ടാണ്. ആഗ്രഹമുണ്ട്, കപ്പാസിറ്റി ഇല്ല. 3 വർഷം കഴിഞ്ഞ് ഏതൊരു പുരോഹിതനും കടന്നു പോകേണ്ട അവസാനത്തെ എക്സാമാണ് കോംപ്രഹെൻസീവ് എക്സാം. ആ എക്സാം കൂടെ കഴിഞ്ഞാലേ നമുക്ക് പൗരോഹിത്യത്തിലേക്ക് കടക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ 1 മാസം തരികയാണ്. ഈ 4 വർഷം മുഴുവനും പഠിച്ച കാര്യങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് പറഞ്ഞു കേൾപ്പിക്കാൻ ഒരു അവസരം തരികയാണ്. അങ്ങനെ ആദ്യത്തെ 2 പാനലും വലിയ കുഴപ്പമില്ലാതെ തീരുകയാണ്. 3ാമത്തെ പാനലിലേക്ക് കടന്നു വരികയാണ്. 10 എസ്സേ ഉള്ള ഒരു പാനലിൽ നമുക്ക് 2 എണ്ണമാണ് എടുക്കാൻ പറ്റുന്നത്. 2 വിഷയങ്ങൾ എടുക്കണം. അതിൽ 15 മിനിറ്റ് അതിനെക്കുറിച്ച് നിർത്താതെ ഇംഗ്ലീഷിൽ സംസാരിക്കണം. അങ്ങനെ അവർ മേശപ്പുറത്ത് വെച്ചിരുന്ന ബൗളിൽ ഇട്ടിരിക്കുന്ന 10 എസ്സേകളിൽ നിന്ന് 2 എസ്സേ എടുക്കാൻ അവർ നമ്മളോട് പറയുകയാണ്. അങ്ങനെ ആദ്യത്തെ എസ്സേ എടുത്തു, അത് വിട്ടത്. ദൈവമേ, അടുത്തതെങ്കിലും പഠിച്ചതാകണേ എന്നുള്ള പ്രാർത്ഥനയോടെ അടുത്തതെടുത്തു. തുറന്നു നോക്കിയപ്പോൾ അതും വിട്ടത്.
തീർന്നല്ലോ തമ്പുരാനെ, കഴിഞ്ഞല്ലോ, ഈ 12 വർഷം പഠിച്ചത് വെറുതെ ആയല്ലോ തമ്പുരാനെ എന്ന് കരുതി മനസ്സിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, വിതുമ്പാണ്. വീണ്ടും എന്നെ കൈവിടല്ലേ എന്നുള്ള പ്രാർത്ഥനയോടെ. ഞാൻ പറയാമെന്ന് പറഞ്ഞ വിഷയം ട്രൂത്താണ്, സത്യത്തെക്കുറിച്ചാണ് പറയേണ്ടത്. ഞാൻ ആ 15 മിനിറ്റോളം എന്താണ് സംസാരിച്ചതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. അവരെന്നോട് 1-2 ചോദ്യം ചോദിച്ചു. എന്തോ ഞാൻ അവരോട് ഉത്തരം പറഞ്ഞു, പൊക്കോളാൻ പറഞ്ഞു. ഞാൻ റൂമിൽ കയറി വാതിലടച്ചിരിക്കുകയാണ്. വാതിലാരും മുട്ടി. ഫ്രാങ്കോ, നീ പുറത്തു വന്നേ. ഞാൻ വരുന്നില്ല. ഞാൻ തോറ്റു എന്ന് കേൾക്കാനല്ല, ഞാൻ വരുന്നില്ല. അവസാനം അവർ വാതിലുന്തി തുറന്ന് എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നു. നീ മാർക്ക് ലിസ്റ്റ് പോയി നോക്കാൻ പറഞ്ഞു. എന്തിനാണ്? തോറ്റത് കാണാനല്ലേ? അല്ല, നീ ചെന്ന് നോക്ക്. ഞാൻ എപ്പോഴും സെമിനാരി പഠിച്ചിരുന്ന കാലം മുതൽ അന്ന് വരെ മാർക്ക് ലിസ്റ്റ് ഇടുമ്പോൾ, പരീക്ഷ കഴിഞ്ഞ് മാർക്ക് ലിസ്റ്റ് ഇടുമ്പോൾ ഞാൻ അടിയിൽ നിന്നാണ് തുടങ്ങുക. എന്തിനാണ് ഈ മുകളിൽ നിന്ന് തുടങ്ങി വിഷമിക്കണേ? ഞാൻ അടിയിൽ നിന്ന് തുടങ്ങും, കാരണം അടിയിൽ നിന്ന് തുടങ്ങുമ്പോൾ നമുക്ക് വിഷമമില്ലല്ലോ. അപ്പം ഞാൻ അടിയിൽ നിന്ന് തുടങ്ങുന്നു. അങ്ങനെ 100 80 എൻ്റെ പേര് കാണാനില്ല, തോറ്റു. 50 കാണാനില്ല, തോറ്റു. 40 കാണാനില്ല, 25 കാണാനില്ല, 10 കാണാനില്ല. ഇനി എന്തിനാണ് നോക്കണത്? പേര് പോലും എഴുതാനായിട്ട് അവർക്ക് മോശമാണോ? അങ്ങനെ 4 3 2. പ്രിയം നിറഞ്ഞവരെ, ആ പാനലിൽ 100 മാർക്കിൽ കർത്താവ് എനിക്ക് തന്നത് 93 മാർക്കാണ്. 1998 98 മാർക്കോടുകൂടെ തോറ്റ ഞാൻ എന്ന ഫ്രാങ്കോ എന്ന് പറയുന്ന വ്യക്തി, നീ മണ്ടനാണെന്ന്, മരമണ്ടനാണെന്ന്, നിന്റെ തലയിൽ കളിമണ്ണാണെന്ന്, നിനക്കൊരിക്കലും ജയിക്കാൻ കഴിയില്ലെന്ന് ലോകം എന്നോട് ആർത്തിരമ്പി പറഞ്ഞപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ ശിരസ് ഉയർത്തി നിൽക്കാൻ തമ്പുരാൻ എനിക്ക് തന്ന ദൈവമുണ്ടെന്ന്, നിന്നെ ഞാനാണ് വിളിച്ചതെന്ന്, നിന്റെ പേര് ഞാൻ എൻ്റെ കയ്യിൽ കൊത്തിവെച്ചിരിക്കുകയാണെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി തന്ന ഒരു വിജയമായിരുന്നു അത്. പിന്നീട് തിരുപ്പട്ടത്തിന് ശേഷം അച്ഛൻ പിന്നീട് കൂടുതൽ അച്ഛനെ കണ്ടിട്ടുള്ളത് വചനപ്രഘോഷണ മേഖലകളിലാണ്. ഇപ്പോഴാണെങ്കിൽ സീനായി ധ്യാനകേന്ദ്രത്തിൻ്റെ ചുമതലയുണ്ട്. എങ്ങനെയാണ് ഈ ഒരു വചനപ്രഘോഷണ മേഖലയിലേക്ക് ആ ഒരു കാരിസം, ആ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണ്? ഞാനിങ്ങനെ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലായിരുന്നുവല്ലോ. അപ്പോൾ അവിടെ വചനപ്രഘോഷങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലൊരു ആഗ്രഹം, എനിക്കിങ്ങനെ ആകാൻ സാധിക്കുമോ? അത് കഴിഞ്ഞ് ഇങ്ങനെ ബൈബിള് കുറേയൊക്കെ വായിക്കുമായിരുന്നു, കുറേ പ്രസംഗങ്ങൾ കേൾക്കും. അപ്പോൾ എങ്ങനെ ജനത്തിന് ഇത് പകർന്നു കൊടുക്കാൻ പറ്റും? ആ ആഗ്രഹം, അങ്ങനെ ക്ലാസ്സുകൾ, നോട്ടുകൾ എഴുതാനായിട്ട് ആഗ്രഹിക്കും, പലരുടെ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഒരു പ്രചോദനം അങ്ങനെ കിട്ടാറുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പട്ടം കിട്ടിയതിന് ശേഷം 2014 എന്നെ ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് എനിക്ക് കിട്ടുന്നത് ഗാകുൽത്ത ധ്യാന കേന്ദ്രത്തിലാണ്, തൃശ്ശൂരുള്ളത്. അപ്പോൾ അവിടെയും അച്ഛന്മാരും ഒരുപാട് പേരിങ്ങനെ വന്ന് പ്രസംഗിക്കുമ്പോഴൊക്കെ ഒരു ആഗ്രഹം, എന്നാണ് കർത്താവ് എനിക്കിങ്ങനെ അനേകരിലേക്ക് കർത്താവിനെ കൊടുക്കാൻ, വചനത്തിലൂടെ കൊടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ എൻ്റെ അധികാരികൾ എന്നിൽ കണ്ടെത്തിയത് ഒരു ധ്യാന കേന്ദ്രത്തോട് ചേർന്ന് നിൽക്കുന്ന, വചനം പ്രഘോഷിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ എന്നും സ്നേഹത്തോടെ ചേർത്ത് നിർത്താനായിട്ട് ഞാനൊന്ന് ആഗ്രഹിക്കാറുണ്ട്. യൂത്തിൻ്റെ ഇടയിലാണ് ഞാൻ കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നത്. അവർക്ക് വേണ്ടി തുടങ്ങിയിട്ടുള്ളൊരു ധ്യാന പ്രോഗ്രാമാണ്, ഞങ്ങളുടെ ബാച്ചുകാർ തുടങ്ങിയ പ്രോഗ്രാമാണ് ജീനെറ്റ് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് അധികാരികൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാകാം വീണ്ടും അടുത്ത ധ്യാന കേന്ദ്രമായ പാലക്കാടുള്ള സീനായിലേക്ക് വീണ്ടും എന്നെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പം അവിടെയും ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനും ഈ വചനം പ്രഘോഷിക്കാനുള്ളൊരു ദാഹം, തീഷ്ണത എനിക്ക് കിട്ടിയത് ഇങ്ങനെയുള്ള മേഖലകളിൽ നിന്നാണ്. മറ്റുള്ളവർ ഈശോയെ കൊടുക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൊതി, അതാണ് ഒരു പ്രചോദനമായി മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. മറ്റൊരു കാര്യം, അച്ഛൻ ഇപ്പോൾ എന്ത് ചുമതലയാണ്? ഇപ്പോഴത്തെ ശുശ്രൂഷയുടെ കാര്യങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് പറയാം. ഒപ്പം ഇപ്പോൾ നമുക്കറിയാം ലോക്ക്ഡൗണും പ്രശ്നങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ ഇന്ന് സാധാരണ രീതിയിലേക്ക് ധ്യാന കേന്ദ്രങ്ങൾ തിരിച്ചു വരാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്തും അച്ഛൻ എന്തൊക്കെ ശുശ്രൂഷകളാണ്? ഓൺലൈൻ മീഡിയ സാധ്യതകളൊക്കെ ഉണ്ട്, അതൊക്കെ ഉപയോഗിച്ച് അച്ഛൻ എന്താണ് ചെയ്യുന്നത്? ഞാനിപ്പോൾ ചെയ്യുന്നത് പാലക്കാട് നമുക്ക് സീനായി ധ്യാന കേന്ദ്രമുണ്ട്. ഞാനവിടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് സേവനം ചെയ്യുകയാണ്. ജെയിൻ തെക്കേക്കുന്നേൽ അച്ഛനാണ് അവിടുത്തെ ഡയറക്ടർ. അപ്പം അച്ഛനോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളൊരു 5 വൈദികരാണ് ആശ്രമത്തിലും ധ്യാന കേന്ദ്രത്തിലുമായിട്ടുള്ളത്, 6 പേര് മൊത്തം. അപ്പം നമുക്ക് അവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കുഞ്ഞൊരു ലൈവ് പ്രോഗ്രാം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. കാലത്ത് ഒരു 6:30 ഒരു കുർബാന മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അതും കഴിഞ്ഞ് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു പ്രോഗ്രാമാണ് പാഥയം എന്ന് പറയുന്ന ഒരു 4-5 മിനിറ്റ് നീളുന്ന ഒരു വചനപ്രഘോഷണം പോലെ. ഒരു ദിവസത്തെ ഒരു വചനം നമ്മൾ എടുക്കുന്നു, അതിനോട് ചേർന്ന ഒരു കൊച്ചു കഥ പറയുന്നു, ചേർത്ത് വെച്ച് അവസാനം ഒരു ബ്ലെസ്സിങ്ങോടുകൂടെ നമ്മൾ എല്ലാ ദിവസവും കാലത്ത് അത് യൂട്യൂബിലൂടെ നമ്മൾ കയറ്റിവിടുകയാണ്. പിന്നെ നമുക്ക് ഈ കൊറോണ കാലഘട്ടത്തിൽ, നമുക്ക് ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ചെയ്യാനായിട്ട് സാധിച്ചത് 2 വീഡിയോ ക്ലിപ്പിംഗ് നമുക്ക് ഇറക്കാനായിട്ട് സാധിച്ചു. ഒരു പാട്ട് തന്നെ, പാട്ടിൻ്റെ വീഡിയോ. അത് സന്യാസം ഒരു അടിമത്തമല്ല, അതൊരാഘോഷമാണ് എന്ന് സന്യാസികളെ, പൗരോഹിത്യം ഏറ്റെടുത്തവരെ, ദൈവവിളി ഏറ്റെടുത്തവർക്ക് അല്പം കൂടി പ്രചോദനം ലഭിക്കാനായി ഒരുപാട് സന്യസ്തരും വൈദികരൊക്കെ ചേർന്നുകൊണ്ട് നമ്മൾ ഇറക്കിയ ഒരു ആൽബമാണ് അത്. ബസാലിൽ എന്നാണ് അതിൻ്റെ പേര്. രണ്ടാമത്തെ ഇറക്കിയ ഒരു ആൽബമാണ്
ഓ ബെനവെന്തൂരെ എന്നുള്ളത്. അത് ഫ്രാൻസിസ്കൻ വിശുദ്ധൻ്റെ പേരാണത്. ആ പേര് വെച്ച് ഒരു വൈദികൻ ഒരു സെമിനാരിയിൽ ചേരുന്നു, പഠിക്കുന്നു, വളരുന്നു, പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ അതൊരു 6-7 മിനിറ്റ് നീളുന്ന ഒരു ആൽബം ഇറക്കാനായിട്ട് സാധിച്ചു ഈ ലോക്ക്ഡൗൺ കാലത്ത്. പിന്നെ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനോട് ചേർന്ന പക്ഷിമൃഗാദികൾ ആശ്രമങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അത് ലവ് ബേഡ്സ് ആയാലും പ്രാവായാലും മുയലായാലും ഗിനിപ്പന്നികളായാലും അപ്പോൾ അതിനു വേണ്ടി കൂടുകൾ ഒരുക്കി. അത് കഴിഞ്ഞ് ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മൾ ഫ്രാൻസിസിന് ഒരു ഗ്രോട്ടോ ഞാനും വേറെ ചേട്ടനും കൂടെ ഉണ്ടാക്കി. അങ്ങനെ ലോക്ക്ഡൗൺ കാലത്ത് അങ്ങനെ ചില തമ്പുരാൻ ഒരുക്കി തന്ന സമയത്തെ പ്രയോജനപ്പെടുത്താനായി സാധിച്ചു. വേറെ 1-2 കാര്യങ്ങൾ കൂടെ അറിയാനുള്ളത്. ഒന്ന്, അച്ഛൻ പറഞ്ഞു അച്ഛൻ +2 പഠിക്കുന്ന സമയത്തൊക്കെ പത്രമിടാൻ പോയിട്ടും അങ്ങനെ പാർട്ട് ടൈം ആയിട്ട് ഒഴിവ് സമയങ്ങളിലൊക്കെ ജോലി ചെയ്ത് പണം കണ്ടെത്തിയിട്ടാണ് അച്ഛൻ പഠിച്ചത്. അപ്പോൾ ഈ വൈദിക പഠന കാലഘട്ടത്തിലും ഇതുപോലെ അച്ഛൻ വീട്ടിലെ മൂത്തയാളാണ്. അപ്പോൾ അച്ഛൻ പെട്ടെന്ന് വൈദിക പഠനത്തിന് പോകുമ്പോൾ വീട്ടിൽ വീണ്ടും സാമ്പത്തികമായിട്ടൊരു ഇൻകം സോഴ്സ് കുറയുന്നുണ്ട്. അപ്പം അത് ഏതെങ്കിലും രീതിയിൽ മേക്കപ്പ് ചെയ്യാൻ സാധിച്ചു, അല്ലെങ്കിൽ അത് അച്ഛൻ അലട്ടിയിരുന്നു? ഒപ്പം അച്ഛൻ്റെ വൈദിക പഠനത്തിൻ്റെ മേഖലയിലേക്കും അച്ഛന് ഏതെങ്കിലും രീതിയിലൊരു സപ്പോർട്ട് കിട്ടിയിരുന്നോ? കപ്പൂച്ചിൻ വൈദികരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബെനിഫാക്ടേഴ്സാണ് ഉള്ളത്. അതായത് വീടുകളിൽ ചിലപ്പോൾ മക്കൾ മരിച്ചുപോയവർ, വീട്ടിൽ ആരും ഇല്ലാത്തവർ. അപ്പോൾ ഒരു വൈദിക വിദ്യാർത്ഥിയെ ദത്തെടുത്ത് പഠിപ്പിക്കാനായിട്ട് ചില കുടുംബങ്ങൾ കടന്നു വരും. അപ്പം അങ്ങനെയാണ് സന്യാസികളായ വൈദികർ അവരുടെ പഠന ചെലവ്, ഭക്ഷണം, ഇതൊക്കെ ഇതിനുള്ള ചെലവ് ബെനിഫാക്ടേഴ്സാണ് എടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അധികാരികൾ ബെനിഫാക്ടേഴ്സ് തരും. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓരോ ക്രിസ്മസിനും ഈസ്റ്ററിനൊക്കെ നമ്മൾ അവർക്ക് കാർഡുകൾ അയക്കണം. അവർക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ അവരെ ചെന്ന് കാണണം. പിന്നെ നമ്മളൊരു വൈദികനായാൽ പിന്നെ ആ വൈദികൻ ആ കുടുംബത്തിൻ്റെ സ്വന്തമാണ്. രണ്ടാമത്തത്, നമ്മൾ പഠനകാലത്തിൽ ഇപ്പോൾ വൈദികനായതിനു ശേഷം അതിനു മുമ്പ് എന്നെ അലട്ടിയിരുന്ന ഒന്നാണ്, ഇപ്പോൾ അപ്പൻ പ്രായമാകുന്നു, വീട്ടിലിങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, അനിയൻ പഠിക്കുന്നേ ഉള്ളൂ, ജോലിയൊന്നും ആയിട്ടില്ല. അപ്പോൾ എന്നെ അലട്ടിയിരുന്നൊരു ചിന്ത, ഞാനിപ്പോൾ വീട്ടിലായിരുന്നെങ്കിൽ എനിക്ക് അല്പം കൂടെ അപ്പനെ സഹായിക്കാമായിരുന്നില്ലേ? കാരണം 3 നേരമല്ല 4 നേരം തിന്നാൻ കിട്ടുന്നുണ്ട്. എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു വൈദികനോ സന്യാസിയോ പട്ടിണി കിടന്ന് ചത്തുവെന്ന്? നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ല, കേൾക്കുകയുമില്ല. കാരണം കർത്താവിന് വേണ്ടി തീറെഴുതി കൊടുത്ത ജീവിതത്തെ അവൻ സംരക്ഷിക്കുന്നുള്ള ഉറപ്പോടുകൂടിയാണ് നമ്മൾ വീട് വിട്ടിറങ്ങണത്. അങ്ങനെ ഒരിക്കൽ വൈദികനായതിനു ശേഷവും എന്നെ ചിന്ത അലട്ടിയിരുന്നു. ഒരിക്കൽ അപ്പച്ചൻ വീട്ടിലിങ്ങനെ അല്പം കടബാധ്യത വന്നപ്പോൾ ഒരിക്കൽ അപ്പച്ചൻ എന്നെ വിളിക്കുകയാണ് ഒരു രാത്രിയിൽ. അപ്പോൾ ഞാൻ ഫോൺ എടുത്തു. അപ്പോൾ എന്നോട് ചോദിക്കുന്നു, മോനെ ഞാനിപ്പോൾ തൃശ്ശൂർ ഒരു ഹോട്ടലിൽ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുകയാണ്. അപ്പച്ചൻ്റെ വയസ്സ് 74. അപ്പച്ചൻ എന്താണ് ഈ സെക്യൂരിറ്റി പണി, ഈ പ്രായമുള്ള സമയത്ത് എന്തിനാണ് അപ്പച്ചൻ സെക്യൂരിറ്റി പണിക്ക് പോയത്? വീട്ടിൽ അല്പം ബുദ്ധിമുട്ടുണ്ട്, അല്പം കടമുണ്ട് വീടാനായിട്ട്. അത് കേട്ടപ്പോൾ വളരെയധികം വിഷമവും വേദനയും തോന്നി. ഇത്രയും ചോരത്തിളപ്പുള്ളൊരു ചെറുപ്പക്കാരൻ 3 നേരം 4, 5 തവണ തിന്നു നടക്കുന്ന ഞാൻ, സ്വന്തം 74 വയസ്സായ അപ്പനെ ഈ രാത്രിയിൽ സെക്യൂരിറ്റി പണിക്ക് വിട്ടല്ലോ എന്നോർത്ത് വളരെയധികം വിഷമവും വേദന എനിക്ക് തോന്നി. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് എന്നെ ഒരു സിസ്റ്റർ വിളിച്ചിട്ട് പറയണത്. സിസ്റ്റർ വിളിച്ചു. അപ്പം സിസ്റ്ററോട് ഇങ്ങനെ ഈ വിഷമം വേദനയും ഷെയർ ചെയ്തു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞൊരു കാര്യം, അച്ഛൻ ഇപ്പോൾ ഒരു ധ്യാന കേന്ദ്രത്തിലാണ്. ഒരുപാട് പേര് അച്ഛൻ്റെ അരികിൽ വരും. അച്ഛൻ വീട്ടിൽ കടമാണ്, ജപ്തി നോട്ടീസ് വെച്ചിരിക്കുകയാണ്, ആത്മഹത്യയല്ലാതെ വേറെ മാർഗമില്ല, അച്ഛൻ വേറെ ഒരു നിവൃത്തിയില്ല, അച്ഛൻ പ്രാർത്ഥിക്കണം. അപ്പം അച്ഛൻ മുമ്പൊക്കെ അവരുടെ തലയിൽ കൈവച്ച് പറയും പ്രാർത്ഥിക്കാട്ടോ എന്ന് പറഞ്ഞു വിടും. ഇനി അങ്ങനെ അച്ഛന് പ്രാർത്ഥിച്ച് വെറുതെ വിടാൻ പറ്റില്ല. കാരണം അച്ഛനും ആ വേദനയിലൂടെയും നൊമ്പരത്തിലൂടെയും അച്ഛനും കടന്നു പോവാണ്. അച്ഛൻ ഇനി അവരുടെ തലയിൽ കൈവച്ച്, കടബാധ്യതയുള്ളവർ, വീട്ടിൽ ജപ്തി നോട്ടീസ് ഒട്ടിച്ചിട്ടുള്ളവർ, അങ്ങനെ വേദനയിലൂടെ കടന്നു പോകുന്നവരുടെ ശിരസിൽ കൈവച്ച് അച്ഛൻ മനം നുറുങ്ങി പ്രാർത്ഥിക്കും. കാരണം അച്ഛനും ആ വലിയൊരു വിഷമത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പച്ചനും ആ കടം വീട്ടാൻ വേണ്ടി രാത്രിയിൽ ചൂടും തണുപ്പും സഹിച്ച് വരാന്തയിൽ കിടന്നുറങ്ങിയും സെക്യൂരിറ്റി പണി ചെയ്യാണ് ആ കടം വീട്ടാൻ. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ കണ്ണീരും വേദനകളും എന്താണെന്ന് അച്ഛനിപ്പോൾ അനുഭവിച്ചറിയാണ്. അപ്പം ആ അനുഭവത്തിലൂടെ കടന്നു പോകാൻ ഈശോ അച്ഛന് തരുന്ന ഒരു കുഞ്ഞ് സഹനമാണിത്. അച്ഛൻ അതുകൊണ്ട് വിഷമിക്കേണ്ട. സിസ്റ്റർ ഫോൺ കട്ട് ചെയ്തു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം കടം വീടി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ വീട്ടിലുണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ ദൈവം സാമ്പത്തികപരമായും എല്ലാവിധത്തിലും ദൈവം എൻ്റെ കുടുംബത്തെ ഉയർത്തിയിട്ടുണ്ട്, താഴ്ത്തിയിട്ടില്ല. ഈശോയുമായിട്ട് അച്ഛൻ്റെ ഒരു റിലേഷൻ, അല്ലെങ്കിൽ നമ്മളിപ്പം പ്രാർത്ഥിക്കുമ്പോൾ പലർക്കും പല രീതികളുണ്ട്. പലരും എന്ത് വിഷയം വരുമ്പോഴും പരിശുദ്ധ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഓടി വന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. വചനം എടുത്തു വെച്ച് വായിച്ച് ധ്യാനിച്ച് അതിലൂടെ ഈശോയുടെ ഇഷ്ടം അല്ലെങ്കിൽ ഈശോയുടെ മനസ്സെന്താണ്, ദൈവം എന്താ ആഗ്രഹിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുന്നവരുണ്ട്.
അപ്പോൾ ഇതുപോലെ അച്ഛൻ എങ്ങനെയാണ് ദൈവത്തെ അനുഭവിക്കുന്നത്, ദൈവവുമായിട്ട് ബന്ധപ്പെടുന്നത്, ദൈവവുമായിട്ട് സംസാരിക്കുന്നത്? അത് അച്ഛൻ്റെ ദൈനംദിന ജീവിതത്തിൽ എന്തായാലും അങ്ങനത്തെ ഒരു സമയം അച്ഛൻ്റെ ലൈഫിലുണ്ട്. ആ ഒരു സമയം എങ്ങനെയാണ് അച്ഛൻ ദൈവത്തെ അനുഭവിക്കുന്നത്? അതിനെക്കുറിച്ചൊന്ന്. ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തിട്ടുള്ളൊരു വാക്കാണ്, എത്ര പഠിക്കാൻ തിരക്കുണ്ടെങ്കിലും എത്ര പ്രതിസന്ധികളിലൂടെയും വേദനകളിലൂടെ ഞാൻ കടന്നു പോയാലും അമ്മേ, നിന്റെ മുമ്പിൽ ഒരു ജപമാലയെങ്കിലും ചൊല്ലാതെ ഞാൻ കെടുക്കില്ല എന്ന് അമ്മയ്ക്ക് കൊടുത്തൊരു വാക്ക്. അത് ഇന്നുവരെ അച്ഛൻ തെറ്റിച്ചിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ജപമാല കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് ക്രൂശിൽ നോക്കിയിരിക്കും. അപ്പോൾ ഈ ഒരു ആത്മബന്ധം അത് ഇന്നും ഞാൻ തുടരുന്നുണ്ട്. ക്രൂശിതനോടും പരിശുദ്ധ അമ്മയോടുമുള്ള ഒരു ബന്ധവും ഒരു സ്നേഹവും അത് ഇന്നും നിലനിർത്തിക്കൊണ്ട് പോരുന്നത് കൊണ്ടാണ് ഇന്നും ഞാൻ വൈദിക ജീവിതത്തിൽ നിലനിൽക്കുന്നത്. അച്ഛനെ കേട്ടിരിക്കുമ്പോൾ ശരിക്കും നമുക്ക് ഒരുപാട് സന്തോഷവും ശരിക്കും ഒരു ദൈവിക പ്രസൻസ് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പം അച്ഛൻ കടന്നു വന്ന ഈ കാര്യങ്ങളൊക്കെ അച്ഛൻ പറയുമ്പോൾ വലിയ മാനസിക സംഘർഷങ്ങളിലൂടെയും സമ്മർദ്ദങ്ങളിലൂടെയും ഒക്കെ ഈ ചുരുങ്ങിയ ആയുസ്സിനുള്ളിൽ വലിയ ടെൻഷനുകളിലൂടെ അച്ഛൻ കടന്നു പോയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അതിനുള്ളിലൂടെ ദൈവത്തെ കണ്ടെത്താനും ഒരിക്കലും പിന്തിരിഞ്ഞു പോകാതെ ദൈവത്തെ മാത്രം നോക്കിക്കൊണ്ട്, ക്രൂശിതനെ മാത്രം നോക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് അച്ഛന് മുന്നേറാൻ സാധിക്കുന്നുണ്ട്. ആ യാത്ര ഇപ്പോൾ വചന വഴികളിലൂടെ ഒരുപാട് വ്യക്തികളെ, ഒരുപാട് ആത്മാക്കളെ നേടിക്കൊണ്ട്, ഒരുപാട് പേരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഈശോ കാണിച്ചു തന്ന അല്ലെങ്കിൽ ഈശോ ആവശ്യപ്പെട്ട വചന പ്രസംഗ വഴിയിലൂടെയാണ് അച്ഛൻ മുന്നോട്ട് പോകുന്നത്. ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഒത്തിരി പേരെ ദൈവവിളിയിലേക്കും ആകർഷിക്കാൻ അച്ഛൻ്റെ ഈ ഒരു സന്യാസ ജീവിതത്തിന് സാധിക്കട്ടെ, പൗരോഹിത്യ ജീവിതത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഷെക്കേന ടെലിവിഷൻ്റെ മുഴുവൻ പ്രേക്ഷകരുടെയും പ്രാർത്ഥനയും സ്നേഹവും അച്ഛനോടൊപ്പം, കപ്പൂച്ചിൻ സഭയോടൊപ്പം എന്നും ഉണ്ടായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. താങ്ക് യു.